Welcome students. Welcome to Keam mock test 1 discussion. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. First one. The electromagnetic waves detected using a thermopile and used in physical therapy. ഈ ഫിസിക്കൽ തെറാപ്പി ഇങ്ങനെയുള്ള എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഏതാ ഉപയോഗിക്കുന്നത്? ഇൻഫ്രാറെഡ് റേസ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. Two lenses of power 15 and -3 diopters are placed in contact. The focal length of the combination is. അപ്പോൾ നമുക്കറിയാം ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു നമുക്ക് അല്ലെങ്കിൽ പവർ വെച്ചിട്ട് പവറിലെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് പറയാം. പവർ ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ് എന്നാണ് അല്ലെ. ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റേഴ്സ് എന്നാണ്. അപ്പൊ നമുക്ക് ഫോക്കൽ ലെങ്താ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് പവറിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം. പി ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ എഫ് ഇൻ സെന്റിമീറ്റർ. ഓക്കെ, 100/f എന്ന് എഴുതാം. എന്താണെങ്കിലും നമുക്ക് പവർ ആദ്യം കണ്ടുപിടിക്കാം. രണ്ടുപേരും കൂടെ കോണ്ടാക്റ്റിൽ വെച്ചിരിക്കില്ല. അപ്പൊ പവർ ഓഫ് ദി കോമ്പിനേഷൻ എന്തായിരിക്കും ഇവിടെ? പി ഈസ് ഈക്വൽ ടു 15 - 3 വിച്ച് ഈസ് ഈക്വൽ ടു 12 ഡയോപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഫോക്കൽ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? therefore ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു, കാരണം ചോയ്സ് എല്ലാം സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഇങ്ങനൊരു കാര്യം കൂടെ പറഞ്ഞു തന്നത്. ഇത് ശ്രദ്ധിക്കണം. സോ എഫ് ഈസ് ഈക്വൽ ടു എന്താ? 100 സെന്റിമീറ്റർ ബൈ പി. അപ്പൊ 100 സെന്റിമീറ്റർ ബൈ പി. പി എത്രയാ? 12 ആണ്. സോ 100/12 എന്ന് പറഞ്ഞാൽ 8.33 വരും. സോ 8.33 സെന്റിമീറ്റർ ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. കേട്ടോ, ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. 100 സെന്റിമീറ്റർ എന്നുള്ളത് എഫ് ഇൻ സെന്റിമീറ്റർ ആവുമ്പോഴാണ് കേട്ടോ. ഇവിടെ സെന്റിമീറ്റർ എന്ന് എഴുതണ്ട. എഫ് ഇൻ സെന്റിമീറ്റർ ആവുമ്പോൾ 100/f. അതാണ് കറക്റ്റ് കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ആൻ ഐസോട്രോപിക് മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട റിലേഷൻ ആണ്. ഏതൊരു മീഡിയത്തിലാണെങ്കിലും സ്പീഡ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഫ്രീക്വൻസി ഓഫ് എ വേവ്, അത് ലൈറ്റ് ആണെങ്കിലും ഐ മീൻ എനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരിക്കലും മാറില്ല. അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എത്രയൊക്കെ മീഡിയത്തിൽ കൂടി കടന്നു പോയാലും അതിന്റെ ഫ്രീക്വൻസി മാറില്ല. ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയ ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഒന്നും ഇല്ല എങ്കിൽ സ്പീഡ് പിന്നെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വേവ് ലെങ്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. അസ്റ്റിഗ്മാറ്റിസം ഈസ് കറക്റ്റഡ് ബൈ. അപ്പോൾ അത് നമ്മൾ തിയറി പഠിക്കുന്നതാണ്, അതിന് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. സോ സിലിണ്ട്രിക്കൽ ലെൻസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കേട്ടോ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഡയമെൻഷണൽ കോൺസ്റ്റന്റ്, ഐ മീൻ ഡയമെൻഷൻസ് ഫോർ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജി, ക്യാപിറ്റൽ ജി. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരണം, നമ്മൾ എങ്ങനെ പഠിച്ചിരിക്കുന്നത്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താ? എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു m1 m2/r². നമുക്ക് ജിയുടെ ഡയമെൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജി എന്ന് പറഞ്ഞാൽ എന്താ? ജി ഈക്വൽസ് f(r²)/m1 m2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് ഡയമെൻഷൻ പിടിക്കാം. എങ്ങനെ പിടിക്കുക? എഫിന്റെ എന്താ? ml(t⁻²). r² എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് സ്ക്വയർ, അപ്പൊ അത് l² ആണ്. ഡിവൈഡഡ് ബൈ m1 m2. m1 m2 എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ആണ്, ശരിയല്ലേ? അപ്പോ m1 m2 m² ആണ്. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? m⁻⁻1 l⁻3 t⁻². അപ്പൊ അത് ഏത് ഓപ്ഷനാണ് വരുന്നത്? m⁻⁻1 l⁻3 t⁻². ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. സിക്സ്ത് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കണം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ഓഫ് കോണ്ടാക്ട്. അവിടെ തന്നെ പോയി തെറ്റാ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഏരിയ ഓഫ് കോണ്ടാക്ടിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ഓഫ് കോണ്ടാക്ട്. രണ്ട് ഫ്രിക്ഷനും ഏരിയ ഓഫ് കോണ്ടാക്ട് ഡിപ്പെൻഡ് ചെയ്യില്ല. കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ സർഫസസ് ഇൻ കോണ്ടാക്ട്. അപ്പോഴേ അതും തെറ്റാണ്. കാരണം കൈനറ്റിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ടിനെ ഡിപ്പെൻഡ് ചെയ്യും.
ഏരിയ ആണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്, നേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ സി എന്ന് പറയുന്ന ചോയ്സും തെറ്റാണ്. ഇനി കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ സർഫസസ് ഇൻ കോണ്ടാക്ട്. അതും ഡിപ്പെൻഡ് ചെയ്യും. കാരണം എപ്പോഴും ഈ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് എപ്പോഴും നേച്ചർ ഓഫ് സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷെ ഏരിയ ഓഫ് കോണ്ടാക്ടിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഇനി ആകെ ഒരെണ്ണേ ഉള്ളൂ, അത് ശരിയായിരിക്കും. ഏതാ? കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി 7th ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഡിസ്ക്രൈബ്സ് യൂണിഫോം സർക്കുലർ മോഷൻ ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതായത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ഗ്രൗണ്ടിൽ ഒരു സ്റ്റേഡിയത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും ഒരു പാർട്ടിക്കിൾ. അപ്പൊ അതിന്റെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഏത് ക്വാണ്ടിറ്റിയാ കൺസർവ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാലോ എന്താണ്? ആംഗുലർ മൊമെന്റം ആണ് കൺസർവ്ഡ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 8th ക്വസ്റ്റ്യൻ. ഇഫ് കെ ഐ ആൻഡ് കെ എഫ് ആർ ദി ഇനിഷ്യൽ ആൻഡ് ഫൈനൽ വാല്യൂസ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി റെസ്പെക്റ്റീവ്ലി, then the work done by the net force on the body is equal to. വർക്ക് കൈനറ്റിക് എനർജി തീറോ ചോദിച്ചിരിക്കുന്നത്. എന്താ? നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? ഡെൽറ്റ കെ എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് കെ എഫ് മൈനസ് കെ ഐ. ഇവിടെ ഏത് ചോയ്സാ മാച്ച് ചെയ്യുന്നത്? ഓപ്ഷൻ ഇ ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 9. A 1 liter flask contains certain quantity of mercury. If the volume of air inside the flask remains the same at all temperature, then the volume of mercury in the flask is. Volume expansion coefficient of mercury is 20 times that of flask. അപ്പോഴേ ഒരു 1 ലിറ്റർ ഫ്ലാസ്ക് ഉണ്ട്, അതിനകത്ത് certain quantity of mercury എന്ന് അവർ പറയുന്നത്. എന്നിട്ട് അവർ മറ്റൊരു ഇൻഫർമേഷൻ നമുക്ക് തന്നിരിക്കുന്നത് ആ ഫ്ലാസ്കിന്റെ ഉള്ളിലെ എയറിന്റെ വോളിയം ഒരിക്കലും മാറുന്നില്ല. അതായത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് എയർ മാറുന്നില്ലെന്നാ പറയുന്നത്, എയറിന്റെ വോളിയം മാറുന്നില്ലെന്നാ. അപ്പോ നമുക്കറിയാം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം വരുമ്പോൾ എക്സ്പാൻഷൻ ഉണ്ടാവും എന്നറിയാം. മെർക്കുറി എക്സ്പാൻഡ് ചെയ്യും, അതിരിക്കുന്ന ഈ ഫ്ലാസ്കും എക്സ്പാൻഡ് ചെയ്യും. അപ്പോ മെർക്കുറിയുടെ എക്സ്പാൻഷനും ഫ്ലാസ്കിന്റെ എക്സ്പാൻഷനും ഈക്വൽ ആയിരിക്കണം. കാരണം അവർ പറയുന്ന അവിടെ മെർക്കുറി കഴിഞ്ഞിട്ട്, കാരണം ഫ്ലാസ്കിനകത്ത് മെർക്കുറി ഉണ്ട്, അല്ലാതെ വേക്കന്റ് ആയിട്ടുള്ള പോർഷനും ഉണ്ട്, ശരിയല്ലേ? എം ടി ആണ്. അപ്പോൾ അവിടുത്തെ എയറിന്റെ വോളിയത്തിന് വ്യത്യാസം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കി മെർക്കുറിക്ക് എക്സ്പാൻഷൻ വരുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് ഫ്ലാസ്കും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് എയറിന്റെ വോളിയത്തിന് എന്ത് വരാത്തത്? ചേഞ്ച് വരാത്തത്. അത് ബാലൻസ് ചെയ്താ പോകുന്നത്. അപ്പോ ഇവിടെ എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്, വോളിയം എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ഓഫ് മെർക്കുറി. അപ്പോൾ അത് ഗാമയാണ്. ഗാമ ഓഫ് മെർക്കുറി ഈസ് ഈക്വൽ ടു 20 ടൈംസ് എന്താ എക്സ്പാൻഷൻ ഫാക്ടർ ഓഫ് ഫ്ലാസ്ക് എന്നാ തന്നിരിക്കുന്നത്. അപ്പൊ 20 ഇൻറ്റു ഗാമ എഫ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്ത് വെച്ചാൽ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്? ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ഗാമ ഡെൽറ്റ ടി. ഇവിടെ രണ്ടുപേർക്ക് എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്, മെർക്കുറിക്കും സംഭവിക്കുന്നുണ്ട്, ഫ്ലാസ്കിനും സംഭവിക്കുന്നുണ്ട്. അത് ഈക്വൽ ആണ്, അത് ഈക്വൽ ആയിട്ടാണ് വേരി ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഡെൽറ്റ വി ഫ്ലാസ്ക് ഈസ് ഈക്വൽ ടു വോളിയം എക്സ്പാൻഷൻ ഓഫ് ഫ്ലാസ്ക് ഈസ് ഈക്വൽ ടു വോളിയം എക്സ്പാൻഷൻ ഓഫ് മെർക്കുറി ആണ്. അതുകൊണ്ടാണ് ചേഞ്ച് വരാത്തത്. ഇനി ഡെൽറ്റ വി ഓഫ് ഫ്ലാസ്ക് ആണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വോളിയം ഓഫ് ഫ്ലാസ്ക് ഇൻറ്റു ഗാമ എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു വോളിയം ഓഫ് മെർക്കുറി ഇൻറ്റു ഗാമ എം ഇൻറ്റു ഡെൽറ്റ ടി. വോളിയം ഓഫ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ഫ്ലാസ്ക് തന്നിട്ടില്ലേ? ഓക്കെ, അതായത് 1000 cc. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 cc ആണ് കേട്ടോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? മെർക്കുറിയുടെ കാര്യം. വോളിയം ഓഫ് മെർക്കുറി എത്ര ഉണ്ടാവും എന്നാ ചോദിച്ചത്. അപ്പൊ വി എം ആണ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് വേണ്ടത്. അപ്പൊ ഞാൻ തൊട്ട് താഴെ ഇവിടെ എഴുതിയിട്ടുണ്ട്, വി എം ഈസ് ഈക്വൽ ടു, ഇവിടെ രണ്ട് സൈഡിലും ഡെൽറ്റ ടി ഉള്ളത് കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെയും ഡെൽറ്റ ടി. അപ്പൊ ബാക്കി വരുന്ന വെച്ചിട്ട് താഴെ എഴുതിയിരിക്കുന്ന വി എം ഈസ് ഈക്വൽ ടു വി എഫ് ഇൻറ്റു ഗാമ എഫ് ബൈ ഗാമ എം. വി എഫ് എന്ന് പറഞ്ഞാൽ 1000 cc ആണ് നമുക്ക് അറിയാം. ഗാമ എഫ് ബൈ ഗാമ എം, ഇവിടെ നോക്കിയാൽ അവർ തമ്മിലുള്ള ബന്ധം തന്നിട്ടുണ്ട്. ഗാമ എഫ് ബൈ ഗാമ എം എന്ന് പറഞ്ഞാൽ എന്താ? 1/20 ആണ്. അതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, 1/20. അപ്പൊ 1000 ഡിവൈഡഡ് ബൈ 20 എത്ര കിട്ടി? 50. സോ 50 cc ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. The total internal energy of 1 mole of a rigid diatomic gas. അപ്പോൾ റിജിഡ് ഡയറ്റോമിക് ഗ്യാസ് ആവുമ്പോൾ ഇന്റേണൽ എനർജിയുടെ ബേസിക് റിലേഷൻ നമുക്കറിയാം, യു ഈസ് ഈക്വൽ ടു F/2 ഇൻറ്റു മ്യൂ ഇൻറ്റു ആർ ടി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഡിഗ്രീസ് റിജിഡ് ഡയറ്റോമിക് ആവുമ്പോൾ F ഈക്വൽ ടു 5 ആണ്. പിന്നെ 1 മോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇവിടെ മ്യൂ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇന്റേണൽ എനർജിയുടെ ആൻസർ ഇക്വേഷൻ എന്താ? യു ഈസ് ഈക്വൽ ടു 5/2 ആർ.
അപ്പോൾ ഏത് ചോയ്സ് ഇവിടെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. പിക്ക് ഔട്ട് ദി കറക്റ്റ് മാച്ച് ഫ്രം ദി ഫോളോയിങ്. പ്രോസസ് ഐസോതെർമൽ ആണ്, അതിന്റെ കൂടെ അവർ കാണിച്ചിരിക്കുന്ന പ്രഷർ കോൺസ്റ്റന്റ് എന്നാ. അത് തെറ്റാ. ഐസോതെർമൽ എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ആ കോൺസ്റ്റന്റ്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ ആ കോൺസ്റ്റന്റ്. ഇവിടെ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? വോളിയം കോൺസ്റ്റന്റ് എന്നാ. അപ്പൊ അതും തെറ്റാണ്. ഇനി ഐസോകോറിക് പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്. എന്താ? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഐസോകോറിക് പ്രോസസ് ആകുമ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ഡെൽറ്റ വി ആ. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ഈക്വൽ ടു 0, അതായത് വർക്ക് ഡൺ 0 ആണ്. അപ്പൊ ആ സിറ്റുവേഷനിൽ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്നാ പറയേണ്ടത്. ഇവർ തന്നിരിക്കുന്ന ഐസോകോറിക് പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ അതും തെറ്റാണ്. ഇനി അഡേബാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന്. അത് തെറ്റല്ലേ? അഡേബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സറൗണ്ടിങ്സ് എന്നാണ്. അപ്പൊ അതും തെറ്റാണ്. പിന്നെ ആകെയുള്ളത് എന്താണ്? സൈക്ലിക് പ്രോസസ്. അതെന്തായാലും കറക്റ്റ് ആവും, കാരണം ഡെൽറ്റ യു ഈക്വൽ ടു 0. സൈക്ലിക് പ്രോസസ്സിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആണ്. അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിൽ തന്നെ അത് എത്തിച്ചേരുമല്ലോ. ഫൈനൽ സ്റ്റേറ്റും ഇനിഷ്യൽ സ്റ്റേറ്റും ഒന്ന് തന്നെയാണ്. അപ്പൊ ഫൈനൽ ഇന്റേണൽ എനർജിയും ഇനിഷ്യൽ ഇന്റേണൽ എനർജി ഒന്നാണ്. അപ്പൊ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഒരു സൈക്ലിക് പ്രോസസ്സിന് എടുക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് ചോയ്സ് ആണ് കറക്റ്റ് മാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആണ് കറക്റ്റ് ചോയ്സ്. ഇനി 12th ക്വസ്റ്റ്യൻ. The simple harmonic vibrations of two particles are given by y1 is equal to 5 sin 100t എന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്ത എന്താ? y2 ഈക്വൽ ടു 4 cos 100t plus pi/4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫേസ് ഡിഫറൻസ് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രണ്ടുപേരും സൈനിൽ എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ കോസിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പൊ ഇവിടെ സൈനും കോസും ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് y1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് y1 നമുക്ക് സൈൻ ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അത് കോസിലാക്കാം. കോസിലാക്കി എങ്ങനെ ഇരിക്കും? 5 cos എന്താ 100t minus pi/2 എന്നാണ്. 5 cos 100t minus pi/2 എന്നുള്ള. cos 100t minus pi/2 എന്ന് പറഞ്ഞാൽ sin 100t ആണ്. യെസ്. അപ്പൊ ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. ഒരാൾ 100t minus pi/2, ഒരാൾ 100t plus pi/4 ആണ്. അപ്പൊ ഫേസ് ഡിഫറൻസ് എത്രയാ? ഫേസ് ഡിഫറൻസ് കിട്ടാൻ എന്ത് ചെയ്യണം? ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു pi/4 മൈനസ് pi/2. ഫേസ് ഡിഫറൻസ് അല്ലേ? അപ്പൊ pi/4 പ്ലസ് pi/2. അപ്പൊ കാലും അരയും കൂടെ കൂട്ടി എത്ര? 3/4. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ 3/4 പൈ ആണ്. അപ്പൊ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. In a parallel plate capacitor, if the intervening medium of permittivity epsilon between the plates is replaced by another medium of permittivity epsilon by 2, then its capacitance is. അപ്പോൾ നമുക്കറിയാമല്ലോ മക്കളെ, C ഈക്വൽ ടു എപ്സിലോൺ A/D എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എപ്സിലോൺ മീഡിയം മാറ്റി എന്നാ, കപ്പാസിറ്റർ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം മാറ്റി എന്നാ പറയുന്നത്. ശരിയല്ലേ? മീഡിയം, പുതിയ മീഡിയം എന്താ? ഇപ്പൊ C' എന്ന് പേര് കൊടുക്കുക സെക്കൻഡ് കേസിൽ. എപ്സിലോൺ എന്നുള്ളത് epsilon/2 ആയി എന്നാ പറയുന്നത്. epsilon/2 ഇൻറ്റു A/D ആയി എന്നാ പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ എന്താ? C' ഈസ് ഈക്വൽ ടു എപ്സിലോൺ A/D. എപ്സിലോൺ A/D എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനൽ കപ്പാസിറ്റൻസ് വാല്യൂ ആണ്. സോ C' ഈസ് ഈക്വൽ ടു C/2. അതായത് കപ്പാസിറ്റൻസ് പകുതിയായി. അതായത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കേസിൽ ആ കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ ഇടയിലുള്ള മീഡിയം മാറ്റിയപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കപ്പാസിറ്റൻസിന്റെ പകുതിയായിട്ട് മാറി. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 14th ക്വസ്റ്റ്യൻ. ഓംസ് ലോ ഈസ് വാലിഡ് ഇഫ് V is directly proportional to I cube. അത് തെറ്റാണ്. The relation between V and I depends on the sign of V for the same absolute value of V. അതൊന്നും കറക്റ്റായ കാര്യങ്ങളല്ല. സൈൻ ഒന്നും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളേ അല്ല. The relation between V and I is non-unique. അതും കറക്റ്റ് അല്ല, വാലിഡ് അല്ല, വാലിഡ് സ്റ്റേറ്റ്മെന്റ് അല്ല.
V is directly proportional to I square. അല്ല, V proportional to I എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു. ഇനി ഓംസ് ലോ ഈസ് വാലിഡ് ഇഫ് ആ ലാസ്റ്റ് ചോയ്സ് എന്താ? V depends on I linearly. അതാണ് കറക്റ്റ്. V depends on I linearly. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ വരിക? ഓംസ് ലോ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെയല്ലേ ഗ്രാഫ് വരുന്നത്? ലീനിയർ റിലേഷൻഷിപ്പാണ് കേട്ടോ. വോൾട്ടേജും കറണ്ടും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പാണ്. IV ഗ്രാഫ്. IV ഗ്രാഫ്. ഇനി അടുത്തത് 15th ക്വസ്റ്റ്യൻ. എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽസ് ഇൻ ഫ്രീ സ്പേസ് എലോങ് X ഡയറക്ഷൻ. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ തന്നിട്ടുണ്ട്, പോസിറ്റീവ് എക്സ്. അപ്പോൾ ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറും കൂടെ നിങ്ങളുടെ മനസ്സിൽ വരണം, I cap ആണ്. ഇനി ദ വാല്യൂ ഓഫ് B ഇൻ ടെസ്ല അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഇൻ സ്പേസ് ആൻഡ് ടൈം ഈസ് ഗിവൺ ബൈ 1.2 × 10⁻⁻8 K cap. അതായത് മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. 1.2 × 10⁻⁸. അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനാണ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ദ വാല്യൂ ഓഫ് E അറ്റ് ദാറ്റ് പോയിന്റ് ഈസ്. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, E/B = C ആണ്. ഈ റിലേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ E ഈസ് ഈക്വൽ ടു B × C ആണ്. B എത്രയാ? 1.2 × 10⁻⁸ എന്നാ തന്നിരിക്കുന്നത്. C പിന്നെ ലോകത്ത് എല്ലാവർക്കും അറിയാം 3 × 10⁸ ആണ്. അപ്പോൾ 1.2 × 3 എത്ര കിട്ടും? 3.6 എന്ന് കിട്ടും, വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ ഈ ചോയ്സ് നോക്കുമ്പോൾ 3.6 കെയും കിടപ്പുണ്ട്, 3.6 ജെയും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്ഷനും കൂടെ കണ്ടുപിടിച്ചേ പറ്റും. എങ്ങനെയാണ് ഡയറക്ഷൻ നമ്മൾ പറയുന്നത്? അപ്പോൾ ഡയറക്ഷൻ നിങ്ങൾക്കറിയാം എന്താ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ക്രോസ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും എന്ത്? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, യൂണിറ്റ് വെക്റ്റർ സാധാരണ ഓർത്തിരിക്കാൻ ഞാൻ ഇങ്ങനെയാ നിങ്ങളോട് പറയുന്നത്, UE ക്രോസ് UB ഈക്വൽ ടു U ഓഫ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. യൂണിറ്റ് വെക്ടേഴ്സ് വെച്ച് പറയാം, കാരണം അവന്മാരാണല്ലോ ഡയറക്ഷൻ കാണിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ലേ, അപ്പോൾ നമുക്ക് അറിയില്ല, ഡാഷ് ഇടുക, ക്രോസ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, ഏത് ഡയറക്ഷനാ? K cap ഡയറക്ഷനാണ്. K cap ഈസ് ഈക്വൽ ടു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്താ? പോസിറ്റീവ് X ഡയറക്ഷനാണ്, I cap ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തോ ഒരു ക്വാണ്ടിറ്റി ക്രോസ് K cap എടുക്കുമ്പോൾ I cap വരണം. അത് ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും? J cap ആയിരിക്കും, കാരണം J ക്രോസ് K അല്ലേ I എന്ന് പറയുന്നത്. സോ J cap ആണ് ആൻസർ. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ കംപ്ലീറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ E ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എന്താ? 3.6 ആണ് ഇൻറ്റു J cap ആണ്. അപ്പോൾ ഏത് ചോയ്സ് നമ്മൾ സെലക്ട് ചെയ്യുക? ഓപ്ഷൻ D ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി ഹ്യൂമൻ ഹാർട്ട് ഈസ് പമ്പിംഗ് ബ്ലഡ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി V m/s at the rate of m kg/s. The force required for this is. അപ്പൊ എപ്പോഴും ഓർക്കുക, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? dp/dt. dp/dt. ഓക്കെ. ഇനി ഈ ക്വസ്റ്റിനകത്ത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ വേഗത കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ മാസ് മാറുന്നുണ്ട്, അറ്റ് ദ റേറ്റ് ഓഫ് m kg/s എന്നാ. ശരിയല്ലേ? അപ്പൊ dp/dt എന്നുള്ളത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് മാറ്റി കണ്ടാൽ മതി. എന്താ? F ഈസ് ഈക്വൽ ടു d/dt ഓഫ് mv എന്നാണ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ mv അല്ലേ? ദാറ്റ് മീൻസ് F ഈസ് ഈക്വൽ ടു v കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു, അപ്പൊ v ഇൻറ്റു dm/dt വിച്ച് ഈസ് ഈക്വൽ ടു v ഇൻറ്റു, ഇവിടെ dm/dt ആണ് അവർ തന്നിരിക്കുന്നത്. എന്താ? അറ്റ് ദ റേറ്റ് ഓഫ് m kg/s, ക്യാപിറ്റൽ M kg/s. അതായത് അവർ തന്നിരിക്കുന്നത് dm/dt ആണ്. dm/dt ആണ് അവരിവിടെ m എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ F ഈസ് ഈക്വൽ ടു m ഇൻറ്റു v. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം,
വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ്. അപ്പോൾ മാസിന് ചേഞ്ച് വരുന്നു. dm/dt ആണ് അവർ m എന്ന് തന്നിരിക്കുന്നത്, ക്യാപിറ്റൽ M എന്ന് തന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കണ്ടോ, m kg/s എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ F = mv ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ ഏത് ഓപ്ഷനാണ് വരിക? ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The potential energy of a conservative system is given by u of x is equal to x square minus 3x. Then its equilibrium position is set. Equilibrium position ആണെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ബിക്കംസ് 0 എന്നാണ് ആ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ. ഇനി F = -du/dx എന്ന് നമുക്കറിയാം, ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന യുവിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തത് =0 ചെയ്താൽ മതി. കാരണം du/dx എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഫോഴ്സ് 0 ആകുമ്പോഴാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ du/dx = 0. ഇനി du/dx കണ്ടുപിടിക്കാൻ. du/dx എന്താ? x² ഡെറിവേറ്റീവ് എന്താ? 2x ആണ്. -3 = എന്താ? 0. അതായത് x = 3y എന്ന് പറഞ്ഞാൽ x = എന്താ? 1.5 മീറ്റർ. ഏത് ചോയ്സാ കറക്റ്റ്? എ ചോയ്സ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18. ദ ആവറേജ് എനർജി കൺസ്യൂംഡ് ബൈ എ ഹ്യൂമൻ ബീയിങ് ഇൻ എ ഡേ ഈസ്. അപ്പൊ അത് സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. 2400 കിലോ കാലറീസ് ആണ് കേട്ടോ. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The velocity of surface layer of water in a river of depth 10 meter is 5 meter per second. The shearing stress between the surface layer and the bottom layer is. Coefficient of viscosity of water is eta = 10⁻³ SI units. അപ്പോൾ ഇവിടെ ഷിയറിംഗ് സ്ട്രെസ് ആ ചോദിച്ചിരിക്കുന്നത്. വെള്ളത്തിന്റെ സർഫസ് ലെയർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ന്യൂട്ടന്റെ ലോ ആണ് ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. എന്താണെന്നറിയാമോ? F = -eta into dv/dx. ഓക്കെ, ഇനി സ്ട്രെസ്സാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഫോഴ്സ് ബൈ ഏരിയ ഈസ് ഈക്വൽ ടു എന്താ? eta into dv/dx. അതായത് ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട സ്ട്രെസ്. അപ്പൊ സ്ട്രെസ് ഈസ് ഈക്വൽ ടു, മൈനസ് ഒന്നും എടുക്കണ്ട കേട്ടോ, മൈനസ് കാണിക്കുന്ന ഡയറക്ഷൻ കാണിക്കുന്നതാണ്. അതായത് ഈ ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ടാണ്, അതായത് ലിക്വിഡ് ലെയർ പോകുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് സൈൻ ഇടുന്നത്. ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മൈനസിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൈനസ് എഴുതാത്ത. ആദ്യത്തെ സ്റ്റെപ്പിൽ മൈനസ് ഉണ്ടായിരുന്നു, രണ്ടാമത് എഴുതിയപ്പോൾ അതില്ലായിരുന്നു, അത് എഴുതിയിട്ടില്ല ഞാൻ. സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു eta into dv/dx. ഈറ്റ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്, ശരിയല്ലേ? 10⁻³ SI യൂണിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. ഇനി dv/dx കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമായി, ഈ റിവറിന്റെ കേസ് പറയുമ്പോൾ പല ലെയറുകളായിട്ടാണ് വെള്ളം ഒഴുകി പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ടോപ്പ് ലെയർ എന്ന് വിചാരിച്ചു. ഇത് ടോപ്പ് ലെയർ, ഇത് തൊട്ടടുത്ത ലെയർ, അങ്ങനെ നമ്മൾ വരയ്ക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇത് ടോപ്പ് ലെയർ, ഇത് അതിന്റെ തൊട്ട് താഴെയുള്ള ലെയർ. ഇനി ഏറ്റവും ബോട്ടം, റിവർ ആണല്ലോ, ബോട്ടം മോസ്റ്റ് ലെയർ, ബോട്ടം മോസ്റ്റ് ഒരു ലെയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബോട്ടം മോസ്റ്റ് ലെയറിന്റെ സ്പീഡ് 0 ആയിരിക്കും. റിവറിന്റെ അടിത്തട്ടിൽ കോണ്ടാക്ട് വരുന്ന ലെയറിന് സ്പീഡ് 0 ആയിരിക്കും. ഇനി ടോപ്പ് ലെയർ, സർഫസ് ലെയറിന്റെ സ്പീഡ് അവർ തന്നിട്ടുണ്ട്. എത്രയാ? 5 m/s എന്ന് തന്നിട്ടുണ്ട്. ഇനി റിവറിന്റെ ഡെപ്ത് അതെത്രയാ തന്നിരിക്കുന്നത്? 10 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ റിവർ ഡെപ്തിൽ നിന്നും സർഫസിലേക്ക്, അതായത് 10 മീറ്റർ ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ് എത്രയാവുന്നു? 5 m/s ആവുന്നു. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ dv/dx എന്താണെന്നാണ്. ഇപ്പൊ dv/dx എന്ന് പറഞ്ഞാൽ 5, നമുക്ക് ലോവർ ലെയർ ടു അപ്പർ ലെയർ കൺസിഡർ ചെയ്താൽ ഇതാണ് ലോവർ ലെയർ. ലോവർ ലെയറിന്റെ സ്പീഡ് എന്താ? 0. അപ്പർ ലെയറിന്റെ സ്പീഡ് എന്താ? 5 ആണ്. അപ്പൊ dv/dx എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: 5 - 0 ചേഞ്ച് ഇൻ സ്പീഡ്. ബോട്ടവും അപ്പർ സർഫസും കൂടെ കമ്പയർ ചെയ്താൽ പറയുന്നത് കേട്ടോ. ബോട്ടമാണ് ഞാൻ ഇനിഷ്യൽ എടുത്തിരിക്കുന്നത്, സർഫസ് ആണ് ഫൈനലായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ? 10 മീറ്റർ ആണ്. 10, സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ? 1/2 ആണ്. അപ്പൊ dv/dx കിട്ടിയല്ലോ. അപ്പോൾ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ട എല്ലാം നമ്മുടെ കയ്യിലായി. ഈറ്റ ഉണ്ട്,
dv/dx ഇപ്പോൾ കിട്ടി, ശരിയല്ലേ? അപ്പോൾ ആൻസർ എന്താ വരിക? therefore stress is equal to eta into dv/dx എന്നാ. അപ്പോൾ 10⁻³ into 1/2, അതായത് 0.5 into 10⁻³ എന്ന് വരും. ഏത് ചോയ്സ് അപ്പം മാച്ച് ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 0.5 into 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. കാരണം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ, അതുകൊണ്ട് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The frequencies of two tuning forks A and B are respectively 1.5% more and 2.5% less than that of tuning fork C. When A and B are sounded together, 12 beats are produced in 1 second. The frequency of tuning fork C is. ഇവിടെ രണ്ട് ട്യൂണിംഗ് ഫോർക്കുകളുണ്ട്, എയും ബിയും. ഇവന്മാരുടെ ഫ്രീക്വൻസിയെ മൂന്നാമതൊരു ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ആയിട്ട് കമ്പയർ ചെയ്താൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ? എ എന്ന് പറയുന്ന ട്യൂണിംഗ് ഫോർക്കും ബി എന്ന് പറയുന്ന ട്യൂണിംഗ് ഫോർക്കും കൂടെ സൗണ്ട് ചെയ്തപ്പോ എത്ര ബീറ്റ് കിട്ടിയെന്നാ പറഞ്ഞത്? 12 ബീറ്റ്സ് ഇൻ 1 സെക്കൻഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ FA - FB = 12. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി FAയുടെ അവസ്ഥ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? ട്യൂണിംഗ് ഫോർക്ക് എയുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ട്യൂണിംഗ് ഫോർക്ക് സിയുടെ ഫ്രീക്വൻസിയെക്കാളും 1.5% കൂടുതൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് FA is equal to FC plus 1.5/100 into FC ആണ്. അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഇതാണ്. ഇനി ബി എന്ന് പറയുന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്? 2.5% ലെസ് ദാൻ ദാറ്റ് ഓഫ് ട്യൂണിംഗ് ഫോർക്ക് സി എന്ന. അതായത് FC minus 2.5 divided by 100 into FC ആണ്. കണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ട്യൂണിംഗ് ഫോർക്ക് സിയുടെ ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ കിട്ടിയ രണ്ട് കാര്യങ്ങളും, അതായത് FAയുടെയും FBയുടെയും വാല്യൂ നമുക്ക് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുന്നത് നോക്കിയ മക്കളെ? FC plus 1.5/100 into FC മൈനസ് FB എന്തായിരുന്നു? FC minus 2.5/100 into FC ആണ്. ഈക്വൽ ടു 12 എന്നാണ്. നമുക്ക് ഇതിൽ നിന്ന് FC കണ്ടുപിടിക്കണം. അപ്പൊ FC നമുക്ക് ഇങ്ങ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഓക്കെ, അപ്പൊ എങ്ങനെ എടുക്കുക? FC into 1 plus 1.5/100 minus FC into 1 minus 2.5/100 equal to 12. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. FC വീണ്ടും നമുക്ക് എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് എടുക്കാം. സോ FC ഇൻറ്റു ഓരോ ടേം ആയിട്ട് എടുക്കാം. ഇവിടെ 1 plus 1.5/100, 1 plus 1.5/100. പിന്നെ അടുത്ത ടേമിൽ എന്താ വരുന്നത്? മൈനസ് ഉണ്ട്. അപ്പൊ -1 പ്ലസ് എന്താ? 2.5/100. 2.5/100 മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ പറയുന്നുണ്ട്, വേറൊന്നുമില്ല. ഫിസിക്സ് ഒക്കെ കഴിഞ്ഞു. ഈക്വൽസ് എത്ര കിട്ടും? റൈറ്റ് ഹാൻഡ് സൈഡിൽ 12 ആണ്. 12 വന്നു. ഇനി നിങ്ങൾ നോക്കിയേ, നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ നോക്കി. ഇവിടെ +1 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി വരുന്ന എന്താ? FC ഇൻറ്റു 100 ഡിനോമിനേറ്റർ ആയിട്ട് കോമൺ ആയിട്ട് രണ്ടുപേർക്കും എടുക്കാം. 1.5 പ്ലസ് 2.5 ഈക്വൽ ടു 12. ഇനി 1.5 പ്ലസ് 2.5 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 അല്ലേ? സോ FC ഇൻറ്റു 4/100 which is equal to 12. അപ്പൊ FC ഈക്വൽ ടു എന്തായി? 12 into 100 divided by 4. അപ്പൊ 4 ആണ്, ഇവിടെ 3 ഉണ്ട്, സിംപ്ലിഫൈ ചെയ്യാം. സോ 300 ഹെഡ്സ് എന്ന് കിട്ടും. അപ്പൊ 300 ഹെഡ്സ് ആണ് ട്യൂണിംഗ് ഫോർക്ക് സിയുടെ ഫ്രീക്വൻസി. അതായത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്.